നമുക്ക് നല്ല ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ തന്നെ നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്ന ചിക്കൻ ബോൺലെസ് ചിക്കൻ എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പീസുള്ള ചിക്കൻ വെച്ചിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാം. ആ ചിക്കൻ്റെ പീസസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വലിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് നമുക്കൊരു മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 12 വലിയ വെളുത്തുള്ളി. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ഞാനിവിടെ ഒരു 4 കറിയാമ്പൂ എടുത്തിട്ടുണ്ട്, 5 ഏലക്കായ, ഒരു വലിയ കഷ്ണം കറുകപ്പട്ട, പിന്നെ ഉണക്കമുളക്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉണക്കമുളകാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ കാശ്മീരി മുളകിൻ്റെ പോലെ തന്നെ എരിവ് വളരെ കുറവുള്ള മുളക് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള ഉണക്കമുളക് വെച്ചിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാം. ഈ ഉണക്കമുളക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഉണക്കമുളക് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. ഞാനങ്ങനെ തിളപ്പിച്ചെടുത്തേക്കണ ഉണക്കമുളകാണിത്. പിന്നെ നമുക്ക് കറി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയില. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം. നമുക്ക് ഈ ജാറിലേക്ക് നമുക്ക് ഈ മസാലകളൊക്കെ ചേർക്കാം. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് തൈര് ചേർക്കാം, ഇഞ്ചി ചേർക്കാം, വെളുത്തുള്ളി, പിന്നെ ഗരം മസാല, കറിയാമ്പൂ, ഏലക്കായ, കറുകപ്പട്ട, പിന്നെ ഉണക്കമുളക്, ഈ മസാല നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്തേക്കണതിനും പിന്നെ നമ്മൾ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ മസാല നമുക്ക് ഈ ചിക്കനിലേക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ബൗളിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം, നമ്മൾ അരച്ചെടുത്തേക്കണ മസാല ചേർക്കാം. ഈ മസാലയിലേക്ക് നമ്മൾ ആ ഉണക്കമുളക് ചേർക്കുമ്പോൾ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ കാശ്മീരി മുളക് ചേർക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടും. മസാലകളെല്ലാം കൂടിയിട്ട് നമുക്ക് ചിക്കനിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു 2 മണിക്കൂർ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്ക് ചിക്കൻ കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. അത് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഈ മസാലയിൽ നിന്ന് നമ്മൾ ചിക്കൻ്റെ പീസസ് മാത്രം എടുത്തിട്ട് ചേർക്കാം. എന്നിട്ട് ആ ചിക്കൻ്റെ പീസസ് നമ്മൾ പതുക്കെ ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഇതിനകത്തുള്ള ബാക്കിയുള്ള മസാല നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മസാലകളെല്ലാം കൂടിയിട്ട് നമ്മൾ ഒരുമിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ചിക്കൻ നമുക്ക് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയില്ല, ആ മസാല പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ്റെ പീസസ് മാത്രം എടുത്തിട്ട് ചേർക്കാം. അപ്പോൾ ഈ ബാക്കിയുള്ള മസാല നമുക്ക് ചിക്കൻ നമുക്ക് പതുക്കൊന്ന് മുരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കൻ നമുക്ക് മൂടി വയ്ക്കാം. ഒരു സൈഡ് പതുക്കൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറ്റേ സൈഡ് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമുക്കിത് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു സൈഡ് പതുക്കൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡ് നമുക്കൊന്ന് തിരിച്ചിടാം. നമുക്ക് ഇനി നമുക്ക് ചിക്കൻ്റെ നമുക്ക് മറ്റേ സൈഡും കൂടി നമുക്ക് പതുക്കൊന്ന് മുരിയിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കറി നമുക്ക് തുറന്ന് വെച്ചിട്ട് നമുക്ക് പിന്നെ വേവിക്കാം. അപ്പോൾ ഈ മസാലകളൊക്കെ നമുക്ക് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ ചിക്കൻ്റെ 2 സൈഡും പതുക്കൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഈ ചിക്കനെ നമുക്കൊന്ന് മുരിയിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണം ബാക്കിയുള്ള മസാല ചേർക്കാം. ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ മസാലയും ചിക്കനും എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ ഈ ചിക്കനും മസാലകളൊക്കെയും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഈ കറി നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തീ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ മസാലകളൊക്കെ പെട്ടെന്നായിട്ട് കരിഞ്ഞു പോകും. മല്ലിയില ചേർക്കാം.
ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ആ ചിക്കനും പിന്നെ ആ മസാലയ്ക്ക് വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.